അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഷോപ്പ് അടക്കുവാനൊന്നും കാത്തു നിൽക്കുന്നില്ല. ഷമ്മാസ് നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് പെട്ടെന്ന് വീട്ടിലെത്തുന്നു തോന്നുക. പിന്നെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക്, പൊന്നു മോനെ നീ നുസിയെ ഒറ്റക്കിട്ടെടുത്തിട്ടോ. ഉമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് ഷോപ്പിൽ നിൽക്കുവാനും തോന്നുന്നില്ല. റബ്ബേ, ഇന്ന് രാവിലെ ഓളെ കൊണ്ടാക്കണമെന്ന് കരുതിയതാണ്. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യാം? എൻ്റെ ഉമ്മയുടെ വാക്കിന് വിലയില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തപ്പോൾ ഈ ദുനിയാവും ആഖിറവും എനിക്ക് നഷ്ടപ്പെടും. ഉമ്മാൻ്റെ വാക്കൊന്നും അനുസരിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ. ഷമ്മാസ് ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് പെയ്യുന്നത്, തോരാത്ത മഴ. ഇന്ന് ഫുൾ മഴ തന്നെ. റബ്ബേ പഠിച്ചോനെ, എൻ്റെ നുസി വിശ്വസിക്കാൻ പറ്റില്ല റബ്ബേ. എന്തൊക്കെയേ ഉമ്മയോട് ചോദിക്കാതെ ഒന്നും ചെയ്തത് ശരിയായില്ല. പഠിച്ചോനെ നീ കാക്ക്. ഷമ്മാസ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷമ്മാസിന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് എങ്ങനെങ്കിലും എത്തണം. അല്ലാത്ത പക്ഷം ഇരുട്ടായി കഴിഞ്ഞാൽ എൻ്റെ നുസി ഒറ്റക്കാവും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്താണെന്നറിയില്ല. ഷോപ്പിൽ നിന്നിട്ട് സമാധാനമില്ലായിട്ട് അന്ന് അപ്പോൾ തന്നെ ഷമ്മാസ് വാഹനത്തിൽ അതാ കയറി വീട്ടിലേക്ക് തിരിക്കുകയാണ്. പഠിച്ചോനെ നീ കാക്ക്. ഷമ്മാസ് ആ യാത്രയിൽ ഓരോന്ന് ആലോചിച്ചു. തൻ്റെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ റബ്ബേ പിന്നെ എന്തിനു നന്ന്. ഉമ്മാൻ്റെ ആ ഒരു കുരുത്തും പൊരുത്തും നഷ്ടപ്പെടല്ലോ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ കുരുത്തും പൊരുത്തും നഷ്ടപ്പെടുത്തി, അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെയൊക്കെ നഷ്ടപ്പെടുത്തി ജീവിച്ചിട്ട് എന്ത് കാര്യം റബ്ബേ. കാരണം നമ്മൾ രണ്ട് ലോകത്തും പരാജയപ്പെടും. അത് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ റബ്ബേ എന്താ ചെയ്യുക? എനിക്കും നുസിക്കും ഒരുമിച്ച് ജീവിക്കണം, വേറിട്ട് ജീവിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഒരുമിച്ചത്. അതെ, അവൾക്ക് അവിടെയും ഒറ്റക്ക് നിൽക്കാൻ വയ്യ, എനിക്കിവിടെയും. അങ്ങനെയാണ് എല്ലാം കൂടി ഒത്ത് ഷെറീന താത്തയുടെ അനിയത്തിയുടെ വരവും. സത്യം പറഞ്ഞാൽ അതിനുശേഷം സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ അവൾ വന്നതിന് ശേഷം സമാധാനം ഇല്ല. ജീവിതത്തിന് ഒരു സുഖവും സന്തോഷവും ഇല്ല. ബെഡ്റൂമിലേക്കായാലും എങ്ങോട്ടായാലും ഓടിക്കേറി വരികയാണ്. ഷമ്മാസ് വളരെയധികം സ്പീഡിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവളുടെ അരികിലെത്തണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതാ ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മയോ? ഹലോ മോനെ, ഷാമോനെ, എവിടെയാടാ? ആ ഉമ്മ, ഞാൻ പുറത്താണ്. എന്താടാ പുറത്ത് പണി? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നുസിനെ വിട്ടങ്ങോട്ട് പോരുതെന്ന്. നുസി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ അവിടെ നിൽക്കണം എന്ന് എന്നോട് ഞാൻ പറഞ്ഞതല്ല എൻ്റെ പൊന്നാര ഷമ്മാസേ. അതിനങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടുണ്ട പൊന്നാരെ. ഇത് 8ഉം 10ഒക്കെ കണക്ക് തന്നെയാണേ. ഏത് സമയത്ത് മോൻ എന്തൊക്കെ സംഭവിക്കൂല. എന്താ എൻ്റെ പൊന്നും മോനിക്ക് ഇങ്ങനെ പ്രസവത്തിന് കൊണ്ടാക്കാനുള്ള സമയമായിക്കണം. പക്ഷേ ഇനിയിപ്പോൾ ഏതായാലും അടുത്ത മാസമല്ലേ, അടുത്ത ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആക്കാമെന്നാണ്ട് വിചാരിച്ച് ഏതായാലും എൻ്റെ പോക്കും എല്ലാം കൂടി. എൻ്റെ പൊന്ന് ഷമ്മാസ്, ഉമ്മാൻ്റെ കുട്ടി വേഗം എന്നാണ് പോയിക്കോളി. ഞാനോട് പറഞ്ഞ വാക്ക് വീട്ടിൽ കൊണ്ടാക്കി കൊടുത്താളേ കുറച്ച് സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും. അത് മനുഷ്യന്മാർ സാധാരണയാണ്. എന്നാലും നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ. എൻ്റെ പൊന്നും മോന് കൊണ്ടാക്കി കൊടുത്ത ഓളെ അതവിടെ വെച്ചുകൊണ്ട് നിൽക്കുക. എന്താണ് എൻ്റെ ഷമ്മാസ് ഒന്ന് ഉത്തരം പറയാത്തത്? ഉമ്മ അതൊക്കെ ഞാൻ പറയാം ഉമ്മ, ഒന്നും വിഷയമല്ല. അല്ലുമ്മ നിങ്ങൾ മദീനത്തിലേക്ക് പോയോ? ഇല്ല മോനെ, മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് പോകുമ്പോൾ എനിക്കൊരു നെയ്യത്തുണ്ട്. എന്തായാലും മുത്ത് ഹബീബിൻ്റെ റൗള ഷെരീഫിലൊക്കെ പോയിട്ട് സലാം പറഞ്ഞിട്ട് അവിടുത്തെ സന്നിധിയിൽ വെച്ചിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യണം പൊന്നു മോനെ. അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. ഉമ്മ അതെന്ത് മോനെ? പൊന്നു മോനെ, ഇജ് ആദ്യം നുസൈബാൻ്റെ കാര്യം പറയും, എന്നിട്ട് ഞാനത് പറയാം. ഉമ്മ നുസി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയത് നുസിൻ്റെ അടുത്തേക്ക് വേഗം ഞാൻ പോവാണ്. കണ്ടില്ല വാഹനത്തിൻ്റെ ശബ്ദം? പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടിയെ ഇജ് ബുദ്ധിമുട്ടാക്കല്ലോ. ഇല്ലുമ്മ, എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ആ കാര്യത്തിനൊന്നും നിൽക്കുകയോ ചെയ്യരുതേ. പഠിച്ചോനെ, ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. അങ്ങനെ നിന്ന് പൊന്നു മോനെ പറ്റൂലേ. എന്താ നമുക്ക് അനുഭവം ഉള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഉമ്മയോട് എന്ത് പറയണമെന്ന് ഉത്തരം മുട്ടിപ്പോയി ഷമ്മാസ്. റബ്ബേ, ഉമ്മ അത് വീണ്ടും ഉമ്മ ഞാൻ വീട്ടിലേക്ക് പോവാണ്, ഇനിയിപ്പോൾ അവളെ കൊണ്ടാക്കുന്നതാണ്. ആ എന്നായിക്കോട്ടെ മോനെ. പഠിച്ചോനെ ഒക്കെ സമാധാനമാകട്ടെ. എന്നിട്ട് ഞങ്ങൾ മദീനത്ത് പോയിട്ടേ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാ നല്ലൊരു ചടങ്ങ് ഇവിടെ വെച്ച് നടത്താണ്ട്. ഉമ്മ അതും ഉമ്മ പറഞ്ഞത് മോനെ എനിക്ക് ഓർമ്മ ഉണ്ടോ? ഉമ്മ അതിപ്പോൾ ഓക്കെ അല്ലേ? ആണിനും പെണ്ണിനും ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ പിന്നെ ഇപ്പം എന്താ? ഏതാറുണ്ട് നവാസ്
അല്ല, എൻ്റെ ഫൈസൽ ഇപ്പോൾ ഏതായാലും കെട്ടൊന്നുമില്ല നിൽക്കണേ. മുംതാസ് ആണെങ്കിൽ ഓളം മാപ്പിളിനെ എന്നേ ഒഴിവാക്കിക്കണേ. ആ ബന്ധമൊക്കെ ഓളെന്നോ പിരിച്ചു വിട്ട് കഴിഞ്ഞു. ഓൾക്ക് യാതൊരു ബന്ധവും അറിഞ്ഞിക്കണേ. കാരണം എന്താ, മൂപ്പര് സ്വഭാവം കാട്ടിക്കൂട്ടിൽ അങ്ങനെ ആയിട്ട് ഓളായിട്ട് ഒഴിവാക്കി. ആ അപ്പം പിന്നെ ഓൾക്ക് മക്കൾക്ക് പോലെ സമ്മതം സന്തോഷം ഞാൻ ചോദിക്കും. ഓൾക്ക് രണ്ടാൾക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനണ്ട് ഒരുങ്ങും. എന്തേ ഉമ്മ, ഇൻഷാ അല്ലാ ഉമ്മ വിചാരിച്ചാൽ റാഹത്താവുള്ളൂ. എന്തായാലും ഉമ്മ നിങ്ങൾ രണ്ടുപേരുടെയും സമ്മതം, അവരുടെ വീട്ടുകാരുടെ സമ്മതമൊക്കെ ചോദിച്ച് റെഡിയാക്കി ഇൻഷാ അല്ലാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നമുക്കത് സന്തോഷമേ ഉള്ളൂ ഉമ്മ. മോനെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കുമായിരിക്കും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കലും ഒക്കെ എനിക്കിന് സമാധാനം കിട്ടണ്ടേ. ഇവിടെ നിന്നിട്ട് ഉംറ കയ്യോളം ഞാൻ ഒരു നാട്ടിലത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. ദുആ ചെയ്യും പഠിച്ച റബ്ബിനോട്. കാരണം ഇപ്പം എന്താ, നാട്ടിലത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാൻ പാടില്ലല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വന്നല്ലേ, ഉംറക്ക് വന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണതും ആലോചിക്കണതും. ഉമ്മ എന്തായാലും കുഴപ്പമില്ല, റാഹത്തോടു കൂടി സന്തോഷത്തോടെ എല്ലാം നടക്കട്ടെ. എല്ലാവരോടും സമ്മതം ചോദിച്ച് എല്ലാവരോടും നല്ല അഭിപ്രായമൊക്കെ ചോദിച്ച് ആക്കിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അമ്മ. അതായിരിക്കും നല്ലത്. മോനെ അതന്നെയാണ് എൻ്റെ മനസ്സിലെ നെയ്യത്ത്. മോൻ ദുആ ചെയ്യട്ടോ ഹൈറാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയും ഓൻ ഒറ്റയ്ക്ക് അങ്ങനെ വിടുന്നത് ശരിയല്ല. എന്തായാലും പഠിച്ച റബ്ബായിട്ട് കണ്ടെത്തി തന്നിയതാണ് മുംതാസിനെ. എന്താ അറിയില്ല, ഓല് തമ്മിൽ ഇഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഈസി അല്ലേ ഉമ്മ. എന്തൊക്കെ തന്നെയാലും ഫൈസൽക്ക് ഉംറയൊക്കെ കഴിഞ്ഞ് നല്ലൊരു മനുഷ്യനായല്ലേ മോനെ. അതിന് മുമ്പ് തന്നെ ഓൻ്റെ മനസ്സൊക്കെ കുറേ മാറിയിരിക്കണ്. പഴയ പോലെ തെന്നിപ്പും കാട്ടിക്കൂട്ടിലൊന്നും ഓനക്കില്ല. ഓന് മൊത്തത്തിൽ ആൾ മാറിയിരിക്കണ്. ഇനി ഒരിക്കലും മോനെ അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉമ്മ പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഷാമോനെ ഈ മറക്കല്ലേ കേട്ടോ നസിൻ്റെ കാര്യം. അപ്പോഴും ഉമ്മ അതായിരുന്നു ഓർത്തിരുന്നത്. എന്നാൽ ശരി മോനെ, ഞാൻ ദുആ ചെയ്യാം. ആയിക്കോട്ടെ ഉമ്മ, ശരി, അസ്സലാമു അലൈക്കും. ഷമ്മാസ് അത് ഓർത്തു. പാവം എൻ്റെ ഉമ്മയെ ചതിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവളെ നിർത്തിയത്. ചെയ്യാൻ പാടില്ലായിരുന്നു റബ്ബേ. എന്തായാലും റഹ്മാനെ നീ പുറത്തു കണ്ട. പാവം എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് ദുആ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയെ ടെൻഷനാക്കാനും ഉമ്മയെ വിഷമിപ്പിക്കാനും പാടില്ല. ഷമ്മാസ് വേഗത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ പെണ്ണ് ഓളെ എന്നെ കാത്തിരിക്കുകയായിരിക്കും. എന്തൊക്കെ തന്നെയായാലും അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷമ്മാസിൻ്റെ കാറ് പുത്തൻവീട് തറവാടിൻ്റെ വീട് മുറ്റത്തേക്ക് കയറുന്നു. വാഹനത്തിൻ്റെ ശബ്ദം കേട്ട റാഹില, ഒരു കാറിൻ്റെ ശബ്ദം, അതിപ്പോൾ ആര് ഈ സമയം ഇങ്ങോട്ട് വരുന്നത്? ഹേയ്, ഷാമോ വരാൻ സമയമായിട്ടില്ല, രാത്രി 9:30 ആവും. അതേതായാലും ആവില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റോ ചാൻസ് ഇല്ല. കാരണം ഇവിടെ ഉമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് വരാൻ ചാൻസ് ഇല്ല. എന്നാൽ അവൾ ഇതിനകം ഉമ്മയുടെ ആ ഖജനാവ് തുറന്നിരുന്നു. പഠിച്ചോനെ, അവളുടെ കണ്ണുകൾ തള്ളിപ്പോയിരുന്നു. അതിൽ കുറേയധികം ആഭരണങ്ങളുണ്ടായിരുന്നു. പഴയകാല ഇളക്കത്താലി, മുല്ലമുട്ടുമാല, കാശിമാല. അതൊരു പക്ഷെ ഉമ്മയുടെ കല്യാണത്തിനൊക്കെ വാങ്ങിയതായിരിക്കും. അന്നത്തെ മോഡൽ ആഭരണങ്ങൾ അതിൽ ഒരുപാടുണ്ടായിരുന്നു. പോരാത്തതിന് കട്ടിയും കനവുമുള്ള ഓരോ വളകളും ചുറ്റുകളും മാലകളൊക്കെ. പഠിച്ചോനെ, ഇതൊക്കെ ഏത് പുരാതന കാലത്തെ വസ്തുവാണ്? വേണമെങ്കിൽ ഐഷുമ്മാൻ്റെ ഉപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും, അറിയില്ല. എന്തായാലും ഇത് ഓരോന്നെടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. റബ്ബേ, ഓരോന്നിൻ്റെ ഒക്കെ ഒരു വെയിറ്റ് കണ്ടില്ലേ? 3, 4, 5 പവനൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ. ചുറ്റും മുല്ലമൊട്ടുമാലയും കാശുമാലയും തളയും വളയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ പണ്ടത്തെ മോഡൽ സാധനങ്ങൾ ഒക്കെ സ്വർണം തന്നെ ആയിരിക്കും. അവൾ ആ സ്വർണ്ണപ്പെട്ടി കണ്ടെടുത്തിരിക്കുന്നു. അപ്പോഴാണ് വാഹനത്തിൻ്റെ ശബ്ദം കേട്ടത്. അതൊന്ന് അടുക്കിപ്പെറുക്കി എടുത്തു വെക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ ബാഗിൽ കൊണ്ടുപോയി വെക്കാനോ അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല. ആരാണ് റബ്ബേ വാതിൽ കാറിൽ വന്നത് എന്ന് കരുതി അവൾ ഒരു നിമിഷം ആ ആഭരണങ്ങളെല്ലാം ഒരു കർട്ടൻ്റെ ബാക്കിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ബെല്ലടി കേട്ട് അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ആരാണ്? അവളാകെ വിയർത്തൊഴുകുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, തണുപ്പാണ്. പക്ഷേ അവൾ വിയർത്തൊഴുകുകയാണ്.
അവളുടെ വായിൽ വെള്ളം വറ്റി. ഒരു നിമിഷം അവൾ വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും അതാ നുസൈബ സിറ്റൗട്ടിലേക്ക് പോകുന്നു. നുസിത്ത, ആരാണ്? നോക്കട്ടെ ആരാന്ന്. അവൾ വാതിൽ തുറന്നപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇക്ക, ഇതെന്ത് സർപ്രൈസ് ആയിട്ട് വന്നത്? എന്നും നിന്നെ ഒരുപോലെ ആക്കുന്നത് ശരിയല്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒരു സർപ്രൈസ് വേണ്ട പെണ്ണെ. ഷമ്മാസ് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഷമ്മാസാണ് വന്നത് എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലായി. അവൾ വിറച്ചുപോയി. റബ്ബേ, എന്തു ചെയ്യും? അവർ സിറ്റൗട്ടിൽ നിന്ന് കയറുന്നേ ഉള്ളൂ. ഉമ്മയുടെ റൂമിലെ ആഭരണങ്ങളെല്ലാം പുറത്താണ്, കർട്ടനുള്ളിലാണ് അവൾ അത് നീക്കി വെച്ചിട്ടുള്ളത്. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിവെച്ചു. അറിയാത്ത രീതിയിൽ ഉമ്മയുടെ വാതിൽ പെട്ടെന്ന് അടച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. എവിടെ റാഹില? എന്തപ്പോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഓടി വരാറുണ്ടല്ലോ. അതിപ്പോ നുസൈബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ റാഹിലയുടെ മുഖം വല്ലാതെ കണ്ട് വിളറി വെളുത്തിരുന്നു. എന്തു പറ്റി റാഹില? ആകെ പേടിച്ച പോലെ. ഒന്നുമില്ല. എന്തു പറ്റി? നുസിയും ചോദിക്കുന്നു. നുസി, എന്താ ഞാൻ നേരത്തെ വന്നത് നിനക്ക് പറ്റിയില്ലേ? അല്ലിക്ക, പെട്ടെന്ന് സർപ്രൈസ് കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ടോ. അവർ രണ്ടുപേരും അതാ ബെഡ്റൂമിലേക്ക് പോയി. അവൾക്ക് എങ്ങനെയെങ്കിലും ആ ആഭരണങ്ങൾ മാറ്റി വെക്കണം. ഒന്നുകിൽ ഉമ്മയുടെ ഖജനാവിലേക്ക് പഴയപടി, അല്ല എങ്കിൽ എൻ്റെ ബാഗിലേക്ക്. അത് രണ്ടുമല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുകയാണ്. അവളുടെ കൈകാലുകൾ വിറച്ചു. റബ്ബേ, ഷമ്മാസെങ്ങാനും ആ റൂമിലേക്ക് വന്നാൽ ആ റൂമിൽ വെച്ച ആ മാറ്റങ്ങൾ അതവൻ തിരിച്ചറിയും, അതുറപ്പാണ്. അവൾ കഴിയുന്ന പരമാവധി ഷമ്മാസിനെയും നുസൈബയെയും അടുക്കള ഭാഗത്തേക്ക് ക്ഷണിച്ചു. ഷാമോനെ, നുസി ഇവിടെ വന്ന് നോക്കി. എന്താ അവൾ വിളിക്കുന്നത്? ഷമ്മാസ് ചോദിച്ചു. അറിയില്ല. അവർ രണ്ടുപേരും ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. ഉമ്മയുടെ റൂമിലേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ പണി പാളിയത് തന്നെ. എന്താ റാഹില? അതെ, ഇവിടെ അടുക്കള ഭാഗം മുഴുവനും മിക്കവാറും പൊട്ടിപ്പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം കണ്ടില്ലേ കെട്ടി നിൽക്കണേ. ഇന്ന് മഴ തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഷമ്മാസിനെയും നുസൈബയെയും ഉമ്മയുടെ ആ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കരുത് എന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. റബ്ബേ, ആ ഒരു കട്ടിങ് കനുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് അവിടെ കർട്ടൻ്റെ ബേക്കിലും ജനലിൻ്റെ ബേക്കിലായിട്ട് ഞാൻ വാരി വെച്ചേക്കാണ്. അത് കണ്ടാൽ എന്തായാലും ചോദ്യം വരും. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. ഷമ്മാസ് ഒന്ന് ബാത്റൂമിലേക്ക് ഒന്ന് കയറിയാൽ മതി. നുസൈബ് പിന്നെ പൊട്ടത്തിയാക്കുക, എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അതിനെ പറ്റിക്കുക. അതൊരു പച്ച പാവാണ്, അതിനെങ്ങനെയെങ്കിലൊക്കെ. പക്ഷേ ഷാമോനെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയുള്ള ഐറ്റംസാണ്. അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുപിടിക്കും. റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. നുസി, ഷമ്മാസ് വിളിക്കുന്നു. എവിടെടി തോർത്ത്? ഇക്ക, ഞാൻ കൊണ്ടുതരാം. അപ്പോഴേക്കും റാഹിലയാണ് അത് ഏറ്റെടുത്തത്. ഞാൻ കൊടുത്തോളാം. അല്ലേ, ഞാൻ കൊടുത്തോളാം. അവൾ പെട്ടെന്ന് തന്നെ തോർത്തെടുത്തു. ദാ വേഗം ഒന്ന് ഫ്രഷ് ആയിക്കോളി. പിന്നെ ഇക്ക, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണോ, നുസി എന്ന് പറഞ്ഞ ഗർഭിണിയാണ്. ഗർഭിണികളൊക്കെ ആകുമ്പോഴേ പുറത്തൊക്കെ പോയി വരുമ്പോൾ പെട്ടെന്ന് ഫ്രഷാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ ഓളെ കൂടെ നിന്നിട്ട് കാര്യമില്ല. എനിക്ക് അത്ര പുറത്ത് ജോലിയൊന്നുമല്ല. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴും കൈ കഴുകിയിട്ടും നല്ല ഫ്രഷായിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വരാറുള്ളത്. പിന്നെ അത്ര എനിക്ക് പുറത്തുള്ള, പിന്നെ എൻ്റെ വാഹനം, എന്നാലും ഞാൻ അവളോട് കൂടുതൽ ഇടപഴകൊന്നുമില്ല. അല്ലേ, പറയാൻ പറ്റൂലല്ലോ, നമ്മളെ ഭാഗം ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെയാണല്ലോ. റാഹില ഇപ്പോൾ നുസൈബയുടെ ഭാഗം നന്നാക്കി പറയുകയാണ്. ഷമ്മാസിനോട് അവളുടെ കയറിങ്ങിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതെ, താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതവർക്ക് നല്ല ടെൻഷൻ ആകണം എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഷാമോൻക, നുസിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ പ്രഗ്നൻ്റാണ്. പ്രഗ്നൻ്റ് സമയത്ത് നമ്മൾ നല്ലതായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്നല്ല, കെയറിങ് കൊടുക്കണം. ഞാനൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നോക്കുന്നുണ്ട്. പിന്നെ ഇക്ക വരുമ്പോഴും അതുപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കും, ആരോഗ്യകരമായ. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ നുസൈബയെക്കുറിച്ച് കൂടുതൽ കെയറിങ്ങിൻ്റെ കാര്യം പറയുന്നതൊക്കെ
വലിയ താല്പര്യമാണ്. അതും റാഹിൽ തന്നെ ആകുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയായിട്ട് തോന്നാറുണ്ട്. കാരണം എൻ്റെ പെണ്ണിനെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒഴിവാക്കി വിടാനാണ് തോന്നാറുള്ളത്. പക്ഷെ അവളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഏതായാലും ഇങ്ങനെയൊക്കെ ഇത്ര ദിവസം നിന്നില്ലേ. ആ നുസി ഇക്ക എന്ന് ഫ്രഷ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ അത് അവൾ തോർത്തു കൊടുത്തു. ഷമ്മാസ് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ ഉമ്മയുടെ റൂമിൽ പ്രവേശിക്കണം. ഒന്നുകിൽ അതെൻ്റെ ബാഗിലാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വേഗം അടച്ചു പൂട്ടി മറ്റൊരിക്കലാക്കണം. ഇത്ര പെട്ടെന്ന് ഇദ്ദേഹം കടന്നു വരുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഒരു പ്ലാനിങ് തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോഴേക്കും നേരത്തെ കാലത്തെ ഓടിപ്പാഞ്ഞെത്തും. റാഹിലയുടെ മനസ്സിൽ ഷമ്മാസിനോട് ദേഷ്യമാണ് തോന്നിയത്. അവൻ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. സമാധാനമായി. ഇനിയിപ്പോൾ കുളി അല്പം നീണ്ട കുളിയായിരിക്കും. തൽക്കാലം മെല്ലെ ഉമ്മയുടെ റൂമിലേക്ക് തന്നെ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ഷമ്മാസ്. നുസി നുസി എടി വേണേ എൻ്റെ സോപ്പിങ് എടുത്തേ. അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇയാൾ വീണ്ടും ഇറങ്ങി വന്നോ? ഇക്ക ആ ഓക്കെ. ഷമ്മാസിന് പ്രത്യേകമായുള്ള ആ ഒരു സോപ്പ് ബാത്റൂമിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് എടുത്തു കൊടുക്കുവാൻ വേണ്ടി ഇതെന്താ കുളിച്ചിട്ടും കുളി അങ്ങോട്ട് കഴിയണില്ലേ? മനുഷ്യൻ്റെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് അവളതാ അറിയാത്ത രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നു. എന്താ വേണേ? പെട്ടെന്ന് നുസി അങ്ങോട്ട് ചെന്നപ്പോൾ ഷമ്മാസിൻ്റെ ആ ശബ്ദം, ഞാനൊന്ന് കുളിപ്പിച്ചു തരട്ടെ? വേണ്ടിക്ക, അല്ലെങ്കിൽ മഴയും തണുപ്പാണ്. അല്ലേ, ചുടുവെള്ളം ഉണ്ടല്ലോ, ഹീറ്റർ ഉണ്ടല്ലോ പെണ്ണെ. പിന്നെ നിനക്ക് എത്ര ടെൻഷന്? ഹീറ്ററൊക്കെ ഉണ്ടേക്കോട്ടെ, ഈ സമയത്തൊന്നും വേണ്ട. അതെ, തലയൊക്കെ നനച്ച് നീരൊക്കെ ഇറങ്ങി കഴിഞ്ഞാലേ ഉമ്മക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഉമ്മ എന്നോട് ആദ്യമേ പറയുന്നത് വാക്കാണ്, നമ്മൾ കഴിയുന്നതോ സുബഹിക്ക് കുളിക്കണം എന്നുള്ളത്. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അതൊരു ഉന്മേഷം തന്നെയല്ലേ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മേലെഴുകാം, അങ്ങനെ ആക്കാം. അല്ല, ഇനി തല കഴുകിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഈ തണുപ്പത്ത് വേണമെങ്കിൽ വാ, ഞാൻ നിന്നൊന്ന് കുളിപ്പിച്ച് തരാം. എന്നാൽ ഷമ്മാസിൻ്റെ ആ ഒരു തമാശ അത് റാഹില കേൾക്കുന്നു. അവൾക്ക് ദേഷ്യം അരിച്ചു കയറുന്നു. എന്തൊരു സ്നേഹം, എന്തൊരു ശിങ്കാരം! ഇത് കുറച്ച് ഓവറാണ്. എൻ്റെ ഇത്താത്ത പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓവറാണ്. എന്തൊക്കെ തന്നെ നുസൈബ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടൊരു വീട്ടിലത്തെ പെണ്ണല്ലേ, രണ്ടാം വീട്ടുകാരിയല്ലേ. എന്നിട്ടിപ്പോൾ അവൻ്റെ കൂടെ സുഖമായി ജീവിക്കണം. എന്താ സ്നേഹം! ഞാൻ കുളിപ്പിച്ച് തരട്ടെ എന്താന്നില്ലേ? ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ല. അവരുടെ സ്നേഹം വല്ലാത്തൊരു തന്നെയാണ്. സത്യം പറഞ്ഞാൽ തെറ്റിപ്പിരിയാണ് വേണ്ടത്. അതിനുള്ള പണിയൊക്കെ ഞാൻ എടുപ്പിച്ചുകൊണ്ട് അങ്ങനെ അവരങ്ങ് സുഖമായി ജീവിക്കണ്ട. അപ്പോഴും അവളുടെ മനസ്സിലെ ചിന്ത അതൊക്കെയായിരുന്നു. ഷമ്മാസും നുസൈബയും സംസാരം തീരുന്നില്ല. എന്താ ഇപ്പോൾ ഇവരിന്ന് ഇങ്ങനെ കൂടുതൽ? ഒന്ന് പെണ്ണിനെ ബാത്റൂമിൽ കണ്ട് കയറിപ്പോയിക്കൂടെ? ഇതിപ്പോൾ അവിടെയും ഇവിടെ നിന്നുകാണ്ട് നുസി എടി പെണ്ണേ, പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലൊക്കെ എന്നോട് പറയാട്ടോ. പിന്നെ എന്ത് ഹെൽപ്പും ഭർത്താക്കന്മാർ തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഈ സമയത്ത് ഭാര്യമാർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോഴൊക്കെ അത് ഭർത്താക്കന്മാരോടല്ലാതെ പിന്നെ ആരോടടി പറയാം? ഇക്ക, എനിക്കിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. ഞാൻ നല്ല സ്വന്തം ഇഷ്ടത്തിന് തന്നെ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള തോട്ടിലൊന്ന് നീന്താൻ പോകാൻ ആഗ്രഹമുണ്ട്. ആഹാ, നിൻ്റെ ഐഡിയ കൊള്ളാലോ പെണ്ണേ. ഇതിപ്പോൾ എന്താ? ഇക്ക നല്ല രീതിയിൽ പാടും തോടൊക്കെ നിറഞ്ഞൊഴുകി പോണ സമയമല്ലേ. നമ്മുടെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് നല്ല വെള്ളമുണ്ട്. പാറയിലൂടെ ഒലിച്ചു വരുന്ന ആ ഒരു നീർച്ചോല എന്ത് രസമായിരിക്കില്ലേ. ചെറുപ്പകാലത്തൊക്കെ ഞാൻ അവിടെ കുളിച്ചിരുന്നു. നിൻ്റെ മോഹം കൊള്ളാം പെണ്ണെ. ആ കല്ലിലെങ്ങാനും വഴുക്കി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലേ അത് മതി. പിന്നെ ഇക്ക, വഴുക്കലില്ലാത്ത ഭാഗത്ത് നിരന്ന തോടുണ്ടല്ലോ, അവിടെ പോയാലോ? എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത കൊതിയുണ്ട് കേട്ടോ. എൻ്റെ പെണ്ണെ, എനിക്ക് പേടിയാണ് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, അതിനെന്താ, എനിക്കൊന്ന് നീന്തുകയും വേണം. നീന്തുമ്പോഴേ നമുക്ക് കൂടുതൽ ഇങ്ങനെ വ്യായാമം വരികയാണല്ലോ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. നുസൈബയുടെ ആഗ്രഹം കേട്ട് ഷമ്മാസ് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ പെണ്ണെ, നിൻ്റെ ആഗ്രഹം അതൊക്കെയാണോ? എന്നാൽ ഈ സമയം ഷമ്മാസ് ഒന്ന് അടച്ച് അകത്തേക്ക് പോയിരുന്നെങ്കിൽ തൻ്റെ ജോലി തുടങ്ങാമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഭാര്യയും ഭർത്താവിൻ്റെയും കിന്നാരം പറച്ചിൽ ഇന്ന് തീരുന്നേയില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും പേടിയും ഒരുമിച്ച് വന്നു. പെട്ടെന്ന് അവൾ നുസൈബയെ വിളിച്ചു. നുസിത്ത, ദാ അവൾ വിളിക്കുന്നു, ചെന്ന് നോക്ക്. ഷമ്മാസിൻ്റെ വാക്കുകൾ. എന്താ നുസിത്ത? പിന്നെ ഇവിടെ ചിക്കൻ മസാല ഉണ്ടോ?
ചിക്കൻ മസാലയോ? അതെന്തിനാ? ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ചിക്കൻ ഐറ്റംസ് എന്തേ ഉണ്ടാക്കുമ്പോഴേ അതില്ലാഞ്ഞാൽ അതുണ്ടല്ലോ. നീ തന്നെ ഷാമോന് 2 ദിവസം മുമ്പ് അതെല്ലാം കൊണ്ടുവന്നതാണല്ലോ. നീ തന്നെയല്ലേ എടുത്തു വെച്ചത്? അല്ല, ഞാൻ കണ്ടില്ലേ. അതവിടെ ഉണ്ടാവും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ഷമ്മാസ് നുസി എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ വാതിലടിച്ച് കുളിക്കുവാൻ നിന്നു. ആ കണ്ടിട്ടോ. ഹോ, ഞാൻ വിചാരിച്ചേ. ആയിക്കോട്ടെ, ഇനി കുഴപ്പമില്ല, പോയിക്കോളി. ഷാമോൻ കുളിക്കാൻ കയറിയിരുന്നു. നുസൈബ റൂമിലേക്ക് ചെന്നു. ആ അതെ റാഹില, കിട്ടിയില്ല നിനക്ക്? ആ കിട്ടി. ഓക്കെ അത് നിങ്ങൾ റൂമുകളിലേക്ക് പോയിക്കോളൂ. അല്ല, റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ? അവളും റാഹിലയുടെ കൂടെ വന്നു. സത്യം പറഞ്ഞാൽ അതവൾക്ക് വലിയൊരു തിരിച്ചടിയായി. വിളിക്കേണ്ടില്ലായിരുന്നു. അവരവിടെ ശിങ്കരിച്ചോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. റാഹില, പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇത്രയും ദിവസമായി ഇനി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലോ. വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ റാഹിലക്ക് എത്ര പൈസ എത്രയെന്ന് വെച്ചാൽ നിനക്ക് പറഞ്ഞാൽ നിനക്ക് പോകാം കേട്ടോ. ഇനി ഇവിടെ ആരും ഉണ്ടാവില്ല. നുസിത്ത, എന്നെ പിരിച്ചു വിടുകയാണല്ലേ? ആയിക്കോട്ടെ. അല്ല, കരയാൻ വേണ്ടിയിട്ട് പറയല്ല. അല്ല, ഞാൻ പോവല്ലേ, പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, എന്തായാലും വേണ്ടിയില്ല. നിങ്ങളിവിടെ പോയി റെസ്റ്റ് എടുത്തോളി. എനിക്ക് എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങളിവിടെ നിന്നിട്ട്, ഞാൻ ഇത്രയും ദിവസം നിന്നിട്ട്. അവൾ സ്നേഹത്തോടെയാണ് നുസൈബയെ റൂമിലേക്ക് പറഞ്ഞേക്കുന്നത്. വരി, ഞാൻ കൈ പിടിക്കാം. വേണ്ടേ, ഞാൻ നടന്നു പോയിക്കോളാം. അവിടെ പോയി കിടന്നോളി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വഴിക്കേറ്റ് വീണാലേ അതുമായി. നുസൈബ അതാ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു ഐഡിയ ചെയ്യുന്നു. അവളുടെ ഫോണിൽ നിന്ന് ബെല്ലടിപ്പിക്കുന്നു. ആ നുസിത്ത, നിങ്ങൾ ഫോണൊക്കെ ബെല്ലടിക്കണേ. നുസൈബ അങ്ങോട്ട് വേഗം ഓടി. പെട്ടെന്ന് തന്നെ ആ സ്വിച്ച് ഓഫ് ആക്കി. ഓ, അറിയാതെ ഇതിപ്പോൾ നമ്പർ. ഏതായാലും ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ. മിസ് കോൾ അടിച്ച് ഈ നമ്പർ സേവും അല്ല. ഇതിപ്പോൾ ഏത് നമ്പർ അറിയില്ല. എന്തൊക്കെ തന്നെയായാലും അപ്പോഴേക്കും തിരിച്ചു വിളിച്ചപ്പോഴേക്കും ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് റാഹിലയുടെ പണിയാണെന്ന് പാവം നുസിക്ക് മനസ്സിലായില്ല. എന്തായാലും ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ എന്ന് കരുതി അവൾ ഫോണെടുത്ത് അവിടെ ബെഡിലിരുന്നു. അവൾ കോൾ തുടങ്ങി. ഈ സമയം അതാ അവൾ നേരെ ഉമ്മയുടെ റൂമിലേക്ക് പ്രവേശിച്ചു. കർട്ടന് ബാക്കിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ, കട്ടിയും കനവുമുള്ള ആ ആഭരണങ്ങൾ അവളുടെ തട്ടത്തിലേക്ക് അവൾ വാരിക്കൂട്ടുകയാണ്. കിട്ടിയതായി. എത്രയത്? എന്താ അതിൻ്റെ ഒരു വെയിറ്റ്? അവൾ വിറക്കുന്നുണ്ടായിരുന്നു, പേടിക്കുന്നുണ്ടായിരുന്നു. തട്ടം മുറുകെ പിടിച്ച് അവൾ ഡ്രസ്സിനുള്ളിലാക്കി. പഴയ പോലെ ആ ഒരു പെട്ടി അത് ശരിക്കും അവ ചാവിട്ട് പൂട്ടി. ആ കൃത്യസമയത്ത് ചാവി അവിടെ വെച്ചു. നേരെ തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. ഓ, ആകെ വിറക്കുന്നുണ്ടായിരുന്നു. എത്ര പവൻ ഉണ്ടാവും എനിക്കറിയില്ല. 10-30 പവൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല കട്ടിയും കാനുള്ള ആഭരണങ്ങളാണ്. വേഗം തൻ്റെ ബാഗിലേക്ക് അതവൾ നിക്ഷേപിക്കുന്നു. ഓ, കണ്ടുപിടിക്കുന്നാവോ? നേരെ ആ ബാഗ് അലമാരക്കുള്ളിൽ ഡ്രസ്സിനുള്ളിലേക്കാക്കി അവൾ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങുന്നു. നേരെ അടുക്കളയിലേക്ക് പോയി എന്തൊക്കെയോ പാചകം ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഷമ്മാസ് അതാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നു. നുസി തല തോർത്തിക്കൊണ്ട് ഷമ്മാസ് വരുമ്പോൾ തന്നെ പ്രത്യേകമായി ഒരു സ്മെല്ലാണ്. നുസി, ആഹാ, എന്താ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണോ? പിന്നെ വല്ലാണ്ട് ഇരിക്കല്ലേ പെണ്ണേ. ഇരിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നിനക്കറിയുന്നതല്ല ഇതൊക്കെ. ഇക്ക, ഞാനതുവരെ അവിടെയായിരുന്നു. ഇപ്പോൾ വന്ന് അല്ലേ ഇങ്ങനെ അമർന്നിരിക്കരുതെന്നോ? ഞാൻ പറയട്ടെ ഷാമോനെ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇതൊക്കെ. അല്ല പെണ്ണെ, ഉമ്മയൊക്കെ പറയുന്നത് കേൾക്കുക. സാഹിത്യയോടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമർന്നിരിക്കാൻ പാടില്ല, ചെരിഞ്ഞിരിക്കണം, അങ്ങനെയൊക്കെ. ആ, അതെന്താ കുഞ്ഞിൻ്റെ മറുപിള്ള? അതെ, മറുപിള്ള അമർന്നു പോകാതിരിക്കാൻ അങ്ങനെയൊക്കെ ഞങ്ങൾക്കും പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ. ഇപ്പം ഞാൻ ഓൺലൈനായിട്ടല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. ഇനി എന്തായാലും ഡെലിവറി കഴിയട്ടെ, എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ ഷാമോനെ, പിന്നെ ഡെലിവറി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ കുഞ്ഞിനെ ആര് നോക്കും? കുഞ്ഞിനെ ഞാൻ നോക്കിയാൽ പോരെ? ഷോപ്പിലേക്ക് പോകുന്ന നിങ്ങൾ കുഞ്ഞിനെ നോക്കുക. എന്താ ഇനിയിപ്പോൾ വേറെ ആരും നിർത്തേണ്ടി വരുമോ? ഇവളില്ലേ, ഇവളെ നിർത്തണോ? ആ, ഇവളെ നിർത്തിയാൽ പോരെ. എന്താ എൻ്റെ പെണ്ണേ, ഉമ്മ കേൾക്കണ്ട. ഉമ്മ നോക്കൂല പെണ്ണേ നമ്മുടെ കുഞ്ഞിനെ. ഉമ്മ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ നോക്കിക്കോളൂ എന്നുള്ളത്. പിന്നെന്താ?
അതല്ലേ, ആയിക്കോട്ടെ, പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കാണട്ടെ. എന്തൊക്കെ തന്നെയാലോ. അവർ രണ്ടുപേരും വീണ്ടും സംസാരം തുടങ്ങി. ഷാമോൻ ഫ്രഷായി നേരെ കോലായിലേക്ക് വന്നിരുന്നു. നുസൈബയും, നുസി വാ നമുക്ക് കോലായിൽ പോയിരിക്കുക. ഇക്ക ഒരു ചായ തരട്ടെ, ചൂടുള്ള കൊണ്ടുപാടി. ഇനി അത് ഞാൻ അവളോട് പറയണ്ട കേട്ടോ. നേരെ അതാ നുസൈബ കിച്ചണിലേക്ക് ചെല്ലുന്നു. അവൾ ഗ്യാസ് അടുപ്പത്ത് ചായ വെക്കുമ്പോൾ എന്ത് എന്ത് നുസിത്ത, ഞാൻ ഉണ്ടാക്കി തരൂലേ? ചായയാണോ? ഓ, അത് ഞാൻ എപ്പോഴും ഇതിവിടെ കാച്ചി വെച്ചു. എന്നാൽ അവൾ അപ്പോഴേക്കും ഷമ്മാസിനുള്ള ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരു നിമിഷം നുസൈബ ഞെട്ടിപ്പോയി. ഇതൊക്കെ എപ്പോഴ്? ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിങ്ങളാ വയറും വെച്ചിട്ടേ ഇതേറ്റിങ്ങനെ പോകുമ്പോഴേക്ക് തട്ടിമറിഞ്ഞ് വീഴും. എൻ്റെ കൂടെ പോരെ. അവൾ സ്മാർട്ടോടു കൂടി നേരെ ഷമ്മാസിൻ്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്. ഷാമോൻക, എന്താ റൈല, എന്താ കരയുന്നത്? ഞാൻ ചായ എടുക്കാൻ വന്നപ്പോഴത്തേന് അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നുസി പറഞ്ഞു. അവൾ എന്താ കരയുന്നത്? എന്താ കരയുന്നത്? ഞാൻ പോവാണ് കേട്ടോ. നിങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഇതുവരെ നല്ല സന്തോഷവും സമാധാനമായിരുന്നു ഇവിടെ. എനിക്കിനിപ്പോൾ ആരുമില്ലാത്ത മട്ടത്തിലാണ് എൻ്റെ ജീവിതം. എനിക്കിതുവരെ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കൂല കേട്ടോ. ഞാൻ പോയിക്കോളാം നാളെ രാവിലെ തന്നെ. സത്യം പറഞ്ഞാൽ അത് കേട്ട് നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. റാഹില, ഞങ്ങൾ നിന്നെ ഒരിക്കലും മുന്തി പറഞ്ഞേക്കല്ല. അതായത് ഞാൻ പോവാണ്. പിന്നെ ഷാമോന് വല്ലപ്പോഴൊക്കെ വരായതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. എനിക്കറിയാം. എന്നാലും നിങ്ങൾ സത്യം പറഞ്ഞാൽ അവൾ അങ്ങ് കരഞ്ഞ് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടണമെന്ന് അറിയുന്നുമില്ല. റബ്ബേ, ഇവളിങ്ങനെ കരഞ്ഞാൽ ഒരു പക്ഷെ കണ്ണീരോടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഖേദായി മാറും. അന്ന് രാത്രി നുസൈബയും ഷമ്മാസും കിടക്കുമ്പോൾ അതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. നുസൈ, എന്താ വേണ്ടത്? നീ തീരുമാനിക്ക്. ഇക്ക, പിന്നെ എനിക്ക് പാവപ്പെട്ടൊരു പെൺകുട്ടിയല്ലേ, ആരുമില്ലാത്തവളല്ലേ, ആരും നോക്കാത്തവളല്ലേ എന്നൊക്കെ തോന്നിയപ്പോൾ സത്യമായിട്ടും എനിക്ക് ദയ തോന്നുകയാണ്. എങ്ങനെയാണ് പറഞ്ഞു വിടുക എനിക്കറിയുന്നില്ല. കാരണം നമ്മൾ ആരോടെങ്കിലും കാരുണ്യം കാണിച്ചാൽ പടച്ച റബ്ബ് നമ്മോട് കാരുണ്യം കാണിക്കുന്നല്ലേ. എന്തിനാണ് ആ പാവം പെണ്ണിനെ ഇറക്കി വിടാൻ നോക്കുന്നത്? നമ്മളല്ലല്ലോ. അത് ഇനിയിപ്പോൾ എന്തടി ചെയ്യാം? എനിക്കൊന്നും പറയാൻ വയ്യ പെണ്ണെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു കേട്ടോ. അത് നമ്മളെ സ്വാതന്ത്ര്യത്തിൽ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാനും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ കിച്ചണിൽ സഹായിക്കാം, അതുപോലെ റൂമിൽ എവിടെ വേണമെങ്കിലും എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ അവളുണ്ടാവുമ്പോൾ എനിക്കതിന് കഴിയില്ല. അതായത് ഒരു അന്യ സ്ത്രീ അല്ലേ, അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ഒരുപക്ഷെ അവൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുകൂടി ഹാപ്പി ആയിരുന്നാണ് എൻ്റെ മനസ്സിൽ. ഇവിടെ ഇപ്പോൾ അതിനകത്തിപ്പോൾ എന്താ, എപ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അത് ഞായറാഴ്ച സൺഡേ ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യും. മുറ്റത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. ഒന്നും കുഴപ്പമില്ല, ആരെയും വിളിച്ചൊന്ന് ചെയ്യിപ്പിച്ചാലും മതി. പക്ഷേ സ്ഥിരമായി നിൽക്കുന്ന കാര്യത്തിനോട് എനിക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. നുസി, നീ എന്താ ഒന്നും ആലോചിക്കാത്തത്? ഉമ്മയോട് നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ ഉമ്മ കേൾക്കാതിരിക്കില്ല. നുസി, ആലോചിച്ചും കണ്ടും ചെയ്താൽ മതി. നമ്മൾ ഒന്നും എടുത്തു ചാടുന്നത് ശരിയല്ല. ഓക്കെ, നമ്മളിവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ കൂടുതൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഇടപഴകുമ്പോൾ നുസിക്ക് എന്നല്ല എനിക്കും തന്നെ അത് പ്രയാസമാണ്. നിനക്കത് കാണുമ്പോൾ അതിലേറെ പ്രയാസമായിരിക്കും, എനിക്കും അതിലേറെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അന്യ സ്ത്രീ അന്യ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടുതൽ ഇടപഴകുക, നമ്മുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക, സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല നുസി. എന്തിനാണ് വെറുതെ ഓരോ തെറ്റിലേക്ക് ചെന്ന് ചാടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ എന്തായാലും വേണ്ടില്ല, അവൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിടാം. അത് തന്നെ ആയിരിക്കും നല്ലത്. ഇക്ക, നമുക്ക് ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് മുഖത്ത് നോക്കി പറയാൻ കഴിയണില്ല. അവൾ അത്ര കരച്ചിലാണ് കരയുന്നത്. നേരത്തെയും അങ്ങനെ തന്നെ. ഞാൻ എന്താ ഇക്ക പറയാം? ഉമ്മയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ഉമ്മയോടുള്ളതെല്ലാം തുറന്ന് പറയാം. ഉമ്മ എന്താ പറയാൻ നോക്കാമല്ലോ. എടി, ഉമ്മയോട് ഇങ്ങനെ ദയോട് കൂടി പറഞ്ഞ ഉമ്മയുടെ മനസ്സും അല്ലയോ? ഉമ്മാക്കും അറിയില്ല. ഉമ്മ ജമീലത്താത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവരെ ഇതൊക്കെ. പക്ഷെ എന്നാലും ഉമ്മ അവർ സ്വീകരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. ഉമ്മാക്കൊന്നും കസ്വത്തിൽ കൽബില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരിടത്താണ് എൻ്റെ ഒരു ഇത്. നീ നിൻ്റെ ഇഷ്ടം പോലെ നിർത്തുകയാണെങ്കിൽ ആയിക്കോട്ടെ, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ഉമ്മയോട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നുസി, ഇതിൽ സംസാരിക്കാൻ ഞാനില്ല കേട്ടോ. ഉമ്മയോട് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഉമ്മ എന്തൊക്കെ തന്നെയാലും ഉമ്മക്കത് പറ്റില്ല. എനിക്ക് ചീത്ത കേൾക്കുന്ന കേസാണത്. നീ ആവുമ്പോൾ അത്ര പറയൂല. കാര്യങ്ങൾ നീ തന്നെ അങ്ങനെ അവതരിപ്പിച്ചേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞു വിടുക. ഇനിയിപ്പോൾ നിർത്തണം എന്നുണ്ടെങ്കിൽ ഉമ്മയോട് ചോദിച്ച് സമ്മതം എടുത്തതിന് ശേഷം മാത്രം. അല്ലാതെ എനിക്ക് ഒട്ടും ഇതിനോട് താല്പര്യമില്ല വേണേ. ഇക്ക, എനിക്കും വീട്ടിലേക്ക് പോകാനൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷേ അവളിങ്ങനെ കരഞ്ഞ് പറയുമ്പോൾ ഞാൻ എന്താ പറയുക? ഞാൻ എൻ്റെ സ്ഥിതിയാണ് വിചാരിക്കുന്നത്. ഞാൻ വിവാഹമോചിതയായി നിൽക്കുന്ന സമയം, എനിക്കെൻ്റെ വീട്ടുകാർ സപ്പോർട്ടല്ലാത്ത ടൈം, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോരുന്നു. ഓരോ വീടുകൾ പോയി പണിയെടുക്കുന്നു. ആ വീട്ടുകാരെന്നെ പറഞ്ഞേക്കുന്നു. അപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നുള്ളൊരു സത്യം പറഞ്ഞ ഷമ്മാസിനും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. നുസി, എനിക്കൊന്നും പറയാൻ വയ്യ പെണ്ണെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. കാരണം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ തന്നെ എത്രയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ വെല്ലടിക്കുമ്പോഴത്തേന് അവൾ തുറക്കാൻ ഓടി വരും. ഫുഡ് എടുത്ത് വെക്കുമ്പോൾ അവൾ തൊട്ട് മുമ്പിലിരിക്കും. ബാത്റൂമിലേക്ക് ടവൽ ചോദിച്ചാൽ അവൾ ഓടി വന്ന് തരും. എല്ലാം അവൾ തന്നെയല്ലേ. അത് ഒരു ഭാര്യ ചെയ്യേണ്ടേ. അതായത് ഒരു ഭാര്യയുടെ സ്ഥാനത്താണ് അവളിപ്പോൾ നിൽക്കുന്നത് തന്നെ. നീ ചെയ്യേണ്ട ജോലിയൊക്കെ അവൾ മുൻകൂട്ടി വന്ന് ചെയ്യുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈ ഒരു അവസ്ഥ നിൻ്റെതായതുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യാണ്. നുസി, ഞാൻ ഒരു കാര്യം പറയട്ടെ പെണ്ണേ, അവൾ പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ, പോയിക്കോട്ടെ. പക്ഷെ ഉമ്മയോട് ഒരു കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഉമ്മയുടെ സമ്മതാനങ്ങൾ നിർത്താം. ഓക്കെ. പിന്നെ നുസി, ഇതിലെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നുസി, ഞാൻ ആളാവില്ല കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇക്ക, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ പോരെ. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ. ആയിക്കോട്ടെ. സത്യം പറഞ്ഞ ഷമ്മാസ് അന്ന് തിരിഞ്ഞു കിടന്നു. നുസൈബ ഷമ്മാസിൻ്റെ തോളിൽ പതുക്കെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഇക്ക, എന്ത് പിണങ്ങിയോ? പിണക്കാണോ? ഹേയ്, പിണക്കൊന്നുമില്ല. പിന്നെന്താ അങ്ങോട്ട് തിരിഞ്ഞങ്ങനെ കിടക്കാറില്ലല്ലോ? ഒന്നുമില്ല പെണ്ണെ, എനിക്ക് സത്യം പറഞ്ഞൊരു സമാധാനമല്ല. എൻ്റെ സമാധാനമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയ പോലെ. എന്തേക്ക അങ്ങനെയൊക്കെ? നമ്മൾ ഒരാളെ സഹായിച്ചാൽ പഠിച്ച റബ്ബ് നമ്മളെ സഹായിക്കുന്നല്ലേ. അതുകൊണ്ട് ഉമ്മയോട് ചോദിച്ചിട്ട് ഉമ്മയുടെ സമ്മതമാണെങ്കിൽ ഇവിടെ നിർത്താം. അല്ല നിങ്ങളിൽ പറഞ്ഞേക്കാം പോരെ? എന്താ ചെയ്യും? ഞാൻ ഇതിനൊന്നുമില്ല കേട്ടോ. നീ തന്നെ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലേ പിന്നെ ഉമ്മ എന്നെ ആയിരിക്കും ചെയ്തരാം. എനിക്കതാണ് സമാധാനമില്ലാത്തത്. എന്നാൽ ആ രാത്രി അതാ തൻ്റെ ജ്യേഷ്ഠത്തിക്ക് മെസ്സേജ് അയക്കുകയാണ് അവൾ. ഇത്താത്ത, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഖജനാവ് ഞാൻ പൊളിച്ചപ്പോൾ അതിൽ കുറേ പണ്ടങ്ങളുണ്ട്. പണ്ടത്തെ മോഡൽ കാശിമാല, മുല്ലമൊട്ട്, താരച്ചെയിന്, അങ്ങനെ ഓരോ കട്ടിങ്ങനുള്ള ഓരോ സൈസ് സാധനങ്ങൾ. എന്തൊരു കട്ടിങ്ങനോ താത്തയുടെ മെസ്സേജ്. ഇടി, എന്നിട്ട് നീ എന്താ ചെയ്തത്? ഞാൻ കുറച്ചെടുത്ത് ബാഗിലാക്കി വെച്ചേക്കണ്. അപ്പോൾ കഷ്ടകാലത്താണെങ്കിൽ ഷാമോനൊന്ന് നേരത്തെ തന്നെ ഒന്നും ചെയ്തു. എൻ്റെ വിറച്ചിട്ട് കയ്യും കാലുന്നോ. ഏതായാലും ബാഗിലാക്കി അതേപോലെ വെച്ചേക്കണ്. ഉമ്മയുടെ അലമാരൊന്നും ആരും തുറക്കാറൊന്നും പോരില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച് തുറന്നു. ചാവിയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വാതിലടിച്ചിട്ട് പോന്നേക്കണ്. അടിച്ചൊരു തുടക്കാനാണ് കയറലെന്നാണ് പറഞ്ഞത്. എന്നും അടിച്ചൊരു തുടക്കാൻ കയറും. അപ്പോൾ കണ്ടുപിടിച്ചാണിത്. എന്തായാലും നുസിനെങ്ങനെയേ പറ്റിക്കുക. പക്ഷെ ഷമ്മാസ് ഉണ്ടാകുമ്പോൾ നടക്കൂലേ. ഷമ്മാസിന് ഭയങ്കര കണ്ണും കാതുമാണ്. ഭയങ്കര അതുപോലെ ഉമ്മാൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ഷമ്മാസിന്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഒക്കെ കണ്ടുപിടിക്കും. വക്കീലിൻ്റെ ബുദ്ധിയാ. ഇത്താത്തയോട് അത് പറഞ്ഞ്, എടി പെണ്ണെ, നീ മിടുക്കി കുട്ടിയാനടി. അതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ. പക്ഷേ അതൊന്നല്ലായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. ഷമ്മാസിനെ പാട്ടിലാക്കുക എന്നുള്ള സ്വഭാവമായിരുന്നു വേണ്ടത്. പക്ഷെ അതിന് നിനക്ക് കഴിഞ്ഞില്ലല്ലേ. എൻ്റെ പൊന്നു ഇത്താത്ത, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഷമ്മാസ്. അതേ, പഠിച്ചോനെ പേടിയുള്ള കൂട്ടത്തിലാണ്. ഈമുള്ള സൈസാണ്. അതുകൊണ്ട് പെട്ടെന്ന് വീഴൊന്നുമില്ല. ഞാൻ കയ്യും കണ്ണൊക്കെ കാട്ടി കുറേ മയക്കാനൊക്കെ നോക്കിക്കണ്. പക്ഷെ മൂപ്പര് മയങ്ങണമൊന്നുമില്ല. എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കൂല. ഭക്ഷണം കഴിക്കുമ്പോഴേ ഞാൻ നേരെ മുമ്പിൽ ചെന്നിരിക്കും. തലയിലൊക്കെ തട്ടം മാറ്റിക്കൊണ്ടും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നോക്കും. പക്ഷേ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കൂല. നുസിയെ വിളിച്ചു കൂടെ എപ്പോഴും എന്തൊരു സ്നേഹമാണോ. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണമല്ലോ, ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കൂടുതലാണ്. ഒന്ന് കുറക്കും വേണം. എടി, ഞാൻ പറഞ്ഞില്ലേ, ഓൻ്റെ ഒപ്പം അങ്ങനെ മുട്ടിരുമ്മി നടന്നോ, എന്നാൽ എന്നോട് സ്നേഹം തോന്നും കുറച്ചൊക്കെ. ഓളെ കുറച്ച് വെറുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞത് അതുപോലെ അങ്ങോട്ട് കുറേയൊക്കെ കാട്ടിക്കൂട്ടാൻ നോക്കിക്കോ. എന്നാൽ കുറച്ച് രക്ഷപ്പെടും. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞില്ലേ, ആയിഷത്തള്ളൻ്റെ റൂമിൽ നല്ലോണം പണ്ടും പണം ഉണ്ടാവുന്നത്. പണ്ടത്തെ കുറേ മുതലാഴ്ചയല്ലേ ഉണ്ടാവും.
കുറച്ച് കൈക്കലാക്കിക്കോ, പെട്ടുപോവരുതേ, പെട്ടുപോയ ഇജ്ജും ഞാനും പെടും, നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച്. ഏട്ടത്തി കള്ളത്തിയുടെ ആ ഒരു ഉപദേശം സ്വീകരിക്കുകയാണ് അനിയത്തി. ഷമ്മാസിനെ പാട്ടിലാക്കുക എന്നുള്ള കാര്യം മാത്രം നടന്നില്ല, സ്വർണ്ണാഭരണങ്ങൾ അല്പം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇനി പറഞ്ഞയച്ചാലും വലിയ കുഴപ്പമില്ല, പക്ഷെ നിൽക്കുകയാണെങ്കിൽ അതിലേറെ നമുക്ക് കൊണ്ടുപോകാനും നോക്കാം. എന്തൊക്കെ തന്നെയാലും ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും പ്ലാനിങ് നടക്കുകയാണ്. എന്നാൽ ഷമ്മാസിന് അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞേക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. നുസൈബക്കാണെങ്കിൽ ഉമ്മയോട് ചോദിച്ചിട്ട് സമ്മതിച്ചിട്ട് അവിടെ നിർത്താം, പാവമല്ലേ, ഒരാളുടെ ജീവിതമല്ലേ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള നിഷ്കളങ്കമായ ചിന്തയായിരുന്നു പാവം നുസൈബക്കുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയാലും എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.